ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇന്നൊരു പുതിയ പ്രഭാതത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എഫെസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 31 32 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിക്കും. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ഭൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ മനസ്സുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അവൻ ക്ഷമയിലൂടെ വെളിപ്പെടുന്ന ദൈവിക പരിപൂർണത ഇന്ന് പകൽക്കാലം നമുക്ക് വെളിപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഈ ദിവസങ്ങൾ തുടർമാനമായി ദൈവത്തിന്റെ പരിപൂർണതയെക്കുറിച്ച്, നിവൃത്തീകരണത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു എന്ന് തുടക്കത്തിൽ നാം കേൾക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ അതിൽ ഒന്നാമത്തെ ഒരു കണ്ടന്റാണ് ക്ഷമിക്കുക എന്നുള്ളത്. മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഫോർഗീവ്നെസ് എന്നത് ഏറ്റവും ശക്തമായ ഒരു വചനമാണ്, ദൈവവചനം. ആമേൻ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നാം തയ്യാറായാൽ നമ്മളിലെ അനുഗ്രഹത്തെ തടസ്സം നിൽക്കുവാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല. 31-ാം വാക്യം വളരെ വ്യക്തമായിട്ടും അത് പറയുന്നു. 32-ാം വാക്യം, നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. പിതാവ് പുത്രനിലൂടെ നമ്മളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പിൻ. ദൈവം നമ്മളെ ശിക്ഷിക്കാനാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും ന്യായവിധി നടത്തുവാനാണെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. നമുക്ക് ആരുടെ മുമ്പിൽ വിരൽ ചൂണ്ടാൻ അധികാരമില്ല. കാരണം നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ നമ്മളിലേക്ക് 3 വിരലുകൾ ചൂണ്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുകയോ ഭൂഷണം പറയുകയോ അവരെ കുറിച്ചുള്ള ഒരു അപഖ്യാതികളും പറയാതെ ദൈവമുഖം അന്വേഷിച്ച്, പ്രത്യേകിച്ച് നമുക്ക് ദോഷം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച്, അവരോട് മനസ്സലിവും കാണിച്ച് ദൈവവചനത്തിൽ അവരെ സ്നേഹിക്കാൻ പഠിച്ചാൽ അത് തന്നെയാണ് ഈ 7-ാം മാസത്തിൽ ഞാൻ പറയുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണം എന്നിലും നിങ്ങളിലും വെളിപ്പെടാനുള്ള ആദ്യത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന സ്തോത്രം. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു കൃപ തരണമേ. എൻ്റെ ശത്രുവിനോടും എന്നെ ഉപദ്രവിക്കുന്നവരോടും എൻ്റെ കുടുംബത്തോടും എനിക്കെതിരായിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരോടും ക്ഷമിക്കുവാനാണ് ക്രൂശിൽ വെച്ച് അവസാനത്തെ വാക്ക് പറഞ്ഞത്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ആ യേശു കർത്താവിന്റെ ആ മാർഗം പിന്തുടർന്നു പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം നമുക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ നമ്മൾ ആരോട് ക്ഷമിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരോടെങ്കിലും ക്ഷമിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് മുമ്പിൽ ഏതെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ, നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അത് സഭയിലായിക്കോട്ടെ, വീട്ടിനകത്തായിക്കോട്ടെ, സൊസൈറ്റിക്കകത്തായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ പോയി അവരോട് ക്ഷമ പറഞ്ഞ്, അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് ക്ഷമ പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് ആ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രകടമാക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവരുടെ പ്രാണനെ നേടുകയാണ്. അതിനായിട്ട് ഒരു ദൈവിക പരിപൂർണത നിങ്ങളിൽ ഉളവാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ക്ഷമിക്കുന്നതിലൂടെ ലഭിക്കുന്ന ദൈവത്തിന്റെ നിവൃത്തീകരണം അത് നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.